കേന്ദ്രം വയനാടിനൊപ്പം ഉദാരമായ സഹായവുമായി വയനാടിനൊപ്പം ഒന്നും വിട്ടുകളയില്ല, എല്ലാ പദ്ധതികളും നടപ്പാക്കും എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കുകയാണ്. ഓരോ പദ്ധതികളും സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുള്ള ഓരോ പദ്ധതികളും നടപ്പാക്കാൻ മുന്നിലുണ്ടാവും, കേന്ദ്രത്തിന്റെ സഹായമുണ്ടാകും. പഴയ ഗുജറാത്ത് ദുരന്തം ഓർമ്മിപ്പിച്ചുകൊണ്ട് സമാനമായ വലിയ ദുരന്തങ്ങളിലൂടെ രാജ്യം കടന്നു പോന്നിട്ടുണ്ട്. അപ്പോഴെല്ലാവരും കൈകോർത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. സമാനമായ വിധത്തിൽ എല്ലാ സഹായങ്ങളും കൈമാറാൻ കേന്ദ്രം ഉണ്ടാകും. ഓരോ ഘട്ടത്തിലും വിദ്യാലയങ്ങളാകട്ടെ, സ്ത്രീ സുരക്ഷാ പദ്ധതികളാകട്ടെ, റോഡുകളാകട്ടെ, പാതകളാകട്ടെ, ഏതുമാകട്ടെ, എല്ലാ ഒരു നാടിനെ പുനർനിർമ്മിക്കാനുള്ള പദ്ധതികൾ എല്ലാം സമഗ്രമായി പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടാകും എന്നുള്ള വാഗ്ദാനമാണ് പ്രധാനമന്ത്രി നൽകുന്നത്. അപ്പോഴും അദ്ദേഹം ഇപ്പോഴും കേരളം സമർപ്പിച്ചിട്ടുള്ള പദ്ധതി രേഖകൾ പരിഗണിച്ചുകൊണ്ടുകൂടി മാത്രമേ ബാക്കി കാര്യങ്ങൾ നടപ്പാക്കാനാവൂ, ബാക്കി കാര്യങ്ങളിൽ പരിശോധിച്ച് വേണ്ടത് ചെയ്യാം എന്ന് മാത്രമാണ് പറയുന്നത്. അക്കാര്യത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഒന്നും പറഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനപ്പുറത്ത് കേന്ദ്രം കേരളത്തോടൊപ്പം, രാജ്യം കേരളത്തോടൊപ്പം, രാജ്യം വയനാടിനൊപ്പം, അതും ഉദാരമായ സഹായങ്ങളുമായി ഒപ്പമുണ്ടാകും എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ദുരന്തമുണ്ടായ തൊട്ടു പിന്നീട് അന്ന് രാവിലെ തന്നെ പിണറായി വിജയനെ വിളിച്ചിരുന്നു. എല്ലാവരും കൈകോർത്ത് ഒപ്പമുണ്ടാകും എന്ന് ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് വീണ്ടും നൽകുകയാണ്. ഈ കണ്ട സങ്കടങ്ങൾക്ക് പരിഹാരമായി ഒപ്പമുണ്ടാകും എന്ന് ആവർത്തിക്കുന്നു നരേന്ദ്രമോദി. തീർച്ചയായിട്ടും മധു, കേരളത്തിനൊപ്പം വയനാടിനൊപ്പം കേന്ദ്രം ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ആ ഒരു വരിയാണ് എങ്ങനെ നമ്മളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ്. കേരളം ഒരുപാട് കാര്യങ്ങൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, പാക്കേജ്, സമഗ്രമായ ഒരു പാക്കേജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുന്നിലേക്ക് വെക്കുമ്പോൾ അതെല്ലാം ഇനി വിലയിരുത്തേണ്ടതാണ്. ശരിയാണ്, അതിനിയും സമയം വേണം. എങ്കിൽ കൂടിയും കേരളത്തിനോടൊപ്പം ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ആ ഒരു വരിയുടെ പ്രസക്തി അതല്ലേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. എത്രയും വേഗത്തിൽ കാര്യങ്ങൾ നടപ്പിലാകുമോ, എന്ത് നമുക്ക് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇനി ചോദ്യമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. കേന്ദ്രത്തിന്റെ പദ്ധതി, കേരളത്തിന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അക്കാര്യങ്ങളിലൊന്നും വിളംബം കൂടാതെ നടപ്പാക്കും, അക്കാര്യങ്ങളിൽ അതിനുള്ള പദ്ധതികൾ വേഗത്തിൽ തയ്യാറാക്കും എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അത് രാജ്യം ഒപ്പമുണ്ട് എന്ന ഉറപ്പിന്റെ പ്രാധാന്യവും അതാണ്. ബാക്കി കാര്യങ്ങൾ സാങ്കേതിക ക്രമമാണ്, അത് ഇനിയും പ്രഖ്യാപിക്കേണ്ടതാണ്. വരും ദിവസങ്ങളിൽ ഈ രേഖകൾ പരിശോധിച്ചുകൊണ്ട് പ്രഖ്യാപിക്കും എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. പക്ഷേ അപ്പോഴും ഈ പ്രദേശത്തിന് വേണ്ടി, ഈ വലിയ നാശനഷ്ടമുണ്ടായ ഒരു പ്രദേശത്തിന് കൈത്താങ്ങാവാൻ രാജ്യം കൈകോർക്കും. എല്ലാ വിധത്തിലും ഏത് പദ്ധതികളാകട്ടെ, സമർപ്പിച്ചിട്ടുള്ള ഒരു പദ്ധതികളും നടപ്പാക്കാതെ പോകില്ല, സമർപ്പിച്ചിട്ടുള്ള ഒരു പദ്ധതികളും കാണാതിരിക്കില്ല എന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നൽകിയിട്ടുള്ള ഉറപ്പ്. ഈ ഉറപ്പിനപ്പുറത്ത് ഇതിൽ എത്രത്തോളം എങ്ങനെയൊക്കെ എന്നുള്ളതാണ് നടപ്പാക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം. ആ വാഹനവ്യൂഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പ്രധാനമന്ത്രി ഈ യോഗം കഴിഞ്ഞ്, അവലോകന യോഗം കഴിഞ്ഞ് പ്രധാനമന്ത്രി പുറപ്പെടുകയാണ്. പ്രധാനമന്ത്രി ഇനി ഇത് നേരെ കൽപ്പറ്റയിലെ സ്കൂൾ മൈതാനിയിലേക്കാണ്, ആ ഹെലിപാഡിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിലേക്ക്, തുടർന്ന് ഡൽഹിയിലേക്ക്. ഇപ്പോൾ പ്രധാനമന്ത്രി കൈകൂപ്പി ഇറങ്ങി വരുന്ന നരേന്ദ്രമോദിയെ ഇപ്പോൾ കാണാം. പ്രധാനമന്ത്രി ഇപ്പോൾ നൽകിയിട്ടുള്ള ഉറപ്പ്, ഇത് കേരളത്തിന് ഈ നൽകിയിട്ടുള്ള ഉറപ്പ് എത്രത്തോളം വേഗത്തിൽ നടപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അവിടെ പ്രധാനമാകുന്നത് കൈമാറിക്കിട്ടിയിട്ടുള്ള പ്രതിസന്ധികൾ, കൈമാറിക്കിട്ടിയിട്ടുള്ള പരാതികൾ ഒന്നുപോലും പരിഗണിക്കാതിരിക്കില്ല എന്ന ഒരു ഉറപ്പ് നൽകിയാണ് നരേന്ദ്രമോദി ഇപ്പോൾ പോകുന്നത്. എങ്ങനെയൊക്കെ എന്ന് ഇനി സംസ്ഥാന സർക്കാർ കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങൾ നേരത്തെ പലവട്ടം പറഞ്ഞു കഴിഞ്ഞിരുന്നു. പക്ഷെ കേന്ദ്രത്തിന് മുമ്പാകെ എന്തൊക്കെയാണ് കൃത്യമായി നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഇനി അറിയാനിരിക്കുന്നു. അത് സാങ്കേതികമായ തടസ്സങ്ങൾക്ക് അപ്പുറത്ത് മനുഷ്യൻ എന്ന നിലയിൽ കൈകോർത്തുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പദ്ധതികളെ വേഗത്തിൽ നടപ്പാക്കാൻ കഴിയും എങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ ഉറപ്പുകൾ ആ സമൂഹത്തിന് ആശ്വാസമാവുക. അതെന്തുമാകട്ടെ, രാജ്യം ഒപ്പമുണ്ട്, രാജ്യം വയനാടിനൊപ്പം എന്നുള്ളൊരു പ്രഖ്യാപനം ഈ സായാഹ്നത്തിൽ നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ കടന്നെത്തി തന്റെ ആദ്യ സന്ദർശനത്തിന് ശേഷം തിരിച്ചു പോകുമ്പോൾ നൽകുന്ന ഉറപ്പ്.